നമ്മൾ കൊല്ലത്തെ പരിഗണിക്കുമ്പോൾ കൊല്ലത്തിന് വലിയ കലാസാംസ്കാരിക പാരമ്പര്യമുണ്ട്. നാടകം, കഥാപ്രസംഗം, അങ്ങനെ വലിയൊരു ചരിത്രമുണ്ട് കൊല്ലത്തിന്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ച ഒരു പരിധിവരെ അവകാശപ്പെടാനും കഴിയും മുകേഷിന്. ഇതേതെങ്കിലും വിധത്തിലൊക്കെ ഗുണമാകാൻ സാധ്യതയുണ്ടോ? വളരെ പരിമിതമായ രീതിയിൽ അതിനകത്ത് ഗുണം ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം നിലവിലുള്ള നമ്മുടെ രാഷ്ട്രീയ പിന്നെ തെരഞ്ഞെടുപ്പുകളിലെ പോരാട്ടങ്ങളൊക്കെ കാണുമ്പോൾ അറിയാം, വലിയ വലിയ കലാകാരന്മാരൊക്കെ കലയും സംസ്കാരമായിട്ടൊന്നും ബന്ധമില്ലാത്തവരുടെയൊക്കെ മുമ്പിൽ പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രം നമുക്ക് ധാരാളമുണ്ട്. അപ്പൊ കലാകാരൻ എന്ന നിലയ്ക്ക് കിട്ടാനുള്ള വോട്ടുകളുടെയൊക്കെ സാധ്യത വളരെ പരിമിതമാണ്. തിരുവനന്തപുരത്ത് ഒ.എൻ.വി. കുറുപ്പ് മാത്രമല്ല, കമലഹാസനെ പോലെ ഒരു ആൾ മത്സരിച്ചിട്ട് എത്ര ദയനീയമായിട്ടാണ് പരാജയപ്പെട്ടത് നമുക്കറിയാം. അതുകൊണ്ട് കലാകാരനും മറ്റും ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പരിധിക്കപ്പുറത്തൊന്നും വലിയ സ്വാധീനമൊന്നും ചെലുത്താൻ കഴിയുന്നത് ലക്ഷ്യം പരിമിതമായിട്ടുള്ള രീതിയിൽ പറ്റിയെന്നിരിക്കും. പക്ഷെ ആത്യന്തികമായി ഈ രാഷ്ട്രീയ മത്സരമാണ്, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരമാണ്. സാമുദായിക ഘടകങ്ങൾ വളരെ സജീവമായ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ്. അവിടെയൊക്കെ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് പക്ഷേ ഒരു കലാകാരന് പ്രാതിനിധ്യം നൽകുന്നതൊക്കെ തികച്ചും ആദരണീയമായ കാര്യമാണ്. പക്ഷെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അതൊക്കെ വളരെ പരിമിതമായ ഫലമേ ചെയ്യുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ, അതുപോലെ നമ്മൾ കൊല്ലം പരിഗണിക്കുമ്പോൾ സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും നാടാണ് കൊല്ലം. കശുവണ്ടി തൊഴിലാളികൾ, തീരദേശത്തെ മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ സാധാരണക്കാരും തൊഴിലാളികളും ഇടത്തരക്കാരും ഒക്കെ ധാരാളം ഉള്ളത്. ഈ സർക്കാർ ആനുകൂല്യങ്ങൾ മുടങ്ങിയാൽ അത് വേഗത്തിൽ പ്രതിഫലിക്കാനിടയുള്ളൊരു മണ്ഡലമാണിത്. അപ്പോൾ ഭരണത്തിനെതിരെ, സംസ്ഥാന സർക്കാരിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ളൊരു വികാരമുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാനിടയുള്ള കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒന്ന് എന്ന് കൊല്ലത്തെ പറ്റി പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും കേരളത്തിൽ മറ്റെവിടെയും പ്രതിഫലിക്കുന്ന പോലെ കൊല്ലത്തും പ്രതിഫലിക്കും. അത് എന്നുള്ള സംശയമില്ല. ഈ പറഞ്ഞ പോലെ സാധാരണക്കാരുടെ മണ്ഡലം ആയതുകൊണ്ട് പ്രത്യേകിച്ച്. പക്ഷെ കൊല്ലം വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പൊ താൽക്കാലികമായിട്ടുള്ള ഇതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ അപ്പുറത്ത് ചില വളരെ കൃത്യമായ പൊളിറ്റിക്കൽ ലോയൽറ്റി ഉള്ള മണ്ഡലം ആയതുകൊണ്ട് മറ്റിടങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഇമ്പാക്ട് അതിനുണ്ടാക്കാൻ ഈ കാര്യത്തിൽ ഉണ്ടാക്കാൻ. പക്ഷെ തീർച്ചയായിട്ടും ഏറ്റവും സാധാരണക്കാരുടെ സ്ഥലമായതുകൊണ്ട് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ പരമ്പരാഗത വ്യവസായ തൊഴിലാളികളുടെ അവസ്ഥ കുറെ കാലമായിട്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ അത് പക്ഷം മാറി ഒരു കോൺഗ്രസിനെ തെരഞ്ഞെടുത്തത് കൊണ്ടും മറ്റും വലിയ ഫലമുണ്ടെന്ന് അവർക്ക് തോന്നുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ലോക്സഭയിൽ എപ്പോഴും കാണുന്ന പോലെയുള്ള ഒരു പരമ്പരാഗതമായ രീതി അനുസരിച്ച് ഇടതുപക്ഷത്തിനോട് ആഭിമുഖ്യമുള്ള, അല്ലെങ്കിൽ നിയമസഭയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവർ പോലും ലോക്സഭയിൽ തിരിച്ചാണ് വോട്ട് ചെയ്യുന്നതെന്ന് വളരെ കൃത്യമായ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. കാരണം അത്രയ്ക്ക് ശക്തമായ ഒരു മണ്ഡലം CPI-ക്കും CPM-നും ഒരുപോലെ ശക്തിയുള്ള മണ്ഡലവും പരമ്പരാഗതമായി ചരിത്രപരമായി ഒക്കെ ഈ പാരമ്പര്യമുള്ളതാണ്. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു ആശയപരമായ ഒരു കുറവ് ഇടതുപക്ഷത്തിന് വന്നിട്ടുണ്ട്. പ്രേമചന്ദ്രനെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ നേരിടേണ്ടത് എങ്ങനെ, അദ്ദേഹത്തെ പിന്നെ നിക്ഷേപിച്ചുകൊണ്ടും മറ്റുമല്ല, പക്ഷെ എങ്ങനെയാണ് ഫലപ്രദമായി നേരിടേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആലോചനകളൊന്നും ഇല്ല. അവസാന നിമിഷം എന്തെങ്കിലുമൊക്കെ പക്ഷേ നേരത്തെ പറഞ്ഞ മുകേഷിനെ വളരെ ആദ്യമേ തന്നെ തീരുമാനിച്ചു. പക്ഷേ ഇത്രയും ശക്തമായ ഒരു സ്ഥാനാർത്ഥിയെ നേരിടാൻ ആവശ്യമായ ഒരു തന്ത്രപരവും ബുദ്ധിപരവുമായിട്ടുള്ള ആലോചനകളോ ഒന്നും ഇടതുപക്ഷത്തിൽ ഉണ്ടായതായി തോന്നുന്നില്ല. ഇവിടെ മാത്രമല്ല, പല സ്ഥലത്തും അത് കാണും. സാർ, നേരത്തെ ഈ സാമുദായിക ഘടകങ്ങൾ സൂചിപ്പിച്ചു. കൊല്ലത്ത് നമ്മൾ ഒരു കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 65% ഹിന്ദുക്കളാണ് കൊല്ലം മണ്ഡലത്തിൽ വരുന്നത്. അതിൽ തന്നെ 7 വിഭാഗത്തിന് വലിയ മേൽക്കയുണ്ട്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന് വലിയ സ്വാധീനമുണ്ട്. 19% മുസ്ലിങ്ങളും 16% ക്രിസ്തുമത വിശ്വാസികളുമുണ്ട്. ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഈ സാമുദായിക ഘടകങ്ങൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ളൊരു സാധ്യത, അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണോ മുകേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം CPM പ്രഖ്യാപിച്ചത്? ഒരു പരിധി വരെ അത് ഉണ്ടാവുന്നതിനെ പറ്റി സംശയമൊന്നുമില്ല. കാരണം അത് തെറ്റായ നീക്കവുമില്ല. കാരണം അവിടെ അർഹിക്കുന്ന ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് സമുദായത്തിന് കൊല്ലത്ത് എന്തുകൊണ്ടും അർഹിക്കുന്നത് തന്നെയാണ്. കാരണം ഒരു കാലത്തും അതിന് കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. അത് നൽകേണ്ടതാണ്. ജനാധിപത്യപരമായിട്ടായാലും അത് ആവശ്യം തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ കേരളത്തില് ഈ EMS പറ്റി ഉണ്ടായിരുന്ന കാലത്ത് തന്നെ തുറന്നു പറഞ്ഞിരുന്ന ഒരു കാര്യം, ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളുടെ സമാഹരണം, ഒരു പൂർണ്ണമായ രീതിയിൽ സമാഹരണം ഉണ്ടാവുകയാണെങ്കിൽ
വലിയ വ്യത്യാസം ഇടതുപക്ഷത്തിനല്ല വലതുപക്ഷത്തിനാണ് സ്വാധീനം. കാരണം ഞാൻ പറഞ്ഞത് അത് ഒരു രാഷ്ട്രീയപരമായിട്ട് മാത്രമല്ല, സാമുദായികപരമായി, സാമൂഹ്യമായി ഒക്കെയുള്ള, അല്ലെങ്കിൽ വർഗപരമായി ഒക്കെയുള്ള ഒരു വലിയ ഐക്യം കെട്ടിപ്പടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ ആ ഒരു ഐക്യത്തിനെ എങ്ങനെ ചലഞ്ച് ചെയ്യാം എന്നുള്ളതാണ് പലപ്പോഴും EMSഉം മറ്റും മുന്നോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ തന്നെ അതാണ്. പലപ്പോഴും സാമുദായികമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു ഐക്യം ഉണ്ടാക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ഒരാളായിട്ട് പ്രേമചന്ദ്രൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷത്തിന് വിരുദ്ധമായിട്ട് ഇടതുപക്ഷത്തിൽ തൊഴിലാളി വിഭാഗങ്ങളിൽ തന്നെയുള്ള ഒരു വിഭാഗത്തിനെ ഉൾപ്പെടെ ഈ ഒരു വലിയ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ, ഇടതുപക്ഷ എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ഒരു ഗ്രാൻഡ് അലയൻസ്, നമ്മുടെ മഹാഗഠബന്ധൻ എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെ പറയാറുള്ള പോലെ അങ്ങനെ ഒരു മഹാഗഠബന്ധനാണ് ഈ കൊല്ലം പോലെ ഒരു മണ്ഡലത്തിൽ ഇപ്പോൾ വളരെ കൃത്യമായി കാണുന്നത്. അതിനെ മറികടക്കാൻ ഉള്ള ഒരു ശക്തി ഇടതുപക്ഷം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കും.